നമ്പർ 272 ഡൽഹി മെയിലിലേക്ക് വീണ്ടും സ്വാഗതം. രാജ്യത്ത് രാഷ്ട്രീയ വർത്തമാനങ്ങൾ മാറിമറിയുന്നുണ്ട്. രാജ്യം അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ജൂൺ 1-ാം തീയതി അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കും. മധു, ഇന്ന് വന്ന ഒരു പുതിയ കൗതുകമുള്ള വാർത്ത, വോട്ടെടുപ്പിൻ്റെ അവസാനഘട്ടം ജൂൺ 1-നാണ്. അതിൻ്റെ തലേ ദിവസം പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തും. അവിടെ അദ്ദേഹം ധ്യാനത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ ഉണ്ടായിരുന്നു. 2019 ഇതുപോലെ ഉണ്ടായി. അത് കേദാർനാഥിലായിരുന്നു. ഇത് അദ്ദേഹം തെക്ക് കന്യാകുമാരിയിലേക്ക് വരുന്നു. ഞാനിത് എന്താ ലേറ്റായി എന്നാണ് ആലോചിക്കുന്നത്. കാരണം തമിഴ്നാട് തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പായിട്ട്, സൗത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു പക്ഷേ വിവേകാനന്ദ പാറയിൽ അദ്ദേഹം വരും എന്ന് ഒരു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ലേറ്റായി, അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആവുന്നു എന്ന് പറയുന്നത് പോലെ. പക്ഷേ അവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇത് കന്യാകുമാരി എന്ന് പറയുന്നത് വിവേകാനന്ദ പാറ ആയിരിക്കില്ല ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ BJP പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഉന്നമിടുക എന്ന് ഞാൻ കരുതുന്നു. ആ കേവല ധ്യാനത്തിനപ്പുറത്ത് അത് ശക്തിപീഠങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 3-4 മാസം മുമ്പ് തന്നെ, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ശക്തിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുമായിട്ടൊരു ഫൈറ്റ് നടത്തിയിരുന്നു. അതിനുശേഷം ഈ ശക്തിയെ നമ്മൾ എതിർക്കണം, ഹിന്ദു മതത്തിലൊരു ശക്തിയുണ്ട്, ഈ ശക്തിക്കെതിരെയാണ് ഫൈറ്റ് എന്ന് പറയുമ്പോൾ നാരീശക്തിയെയാണ് കോൺഗ്രസ് എതിർക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കടുത്ത വാക്പോരാട്ടം നടന്നിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായി മോദി എല്ലാ ശക്തി പീഠങ്ങളിലും സന്ദർശനം നടത്തി. കുമാരിയിൽ എത്തുമ്പോൾ അത് ദേവി കന്യാകുമാരി എന്നുള്ള കൺസെപ്റ്റ് കൂടി ഒരു പക്ഷേ ഉയർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതൊന്ന്. മറ്റൊന്ന്, കഴിഞ്ഞ തവണത്തതിന് സമാനമായി വല്ലാത്തൊരു വിഷ്വൽ പ്രപഞ്ചം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റൊരു ലക്ഷ്യം. വലിയ കടലിൻ്റെ ദൃശ്യങ്ങൾ ഒരു പക്ഷേ ഒറ്റ ചിത്രം ഒരുപാട് പ്രസംഗങ്ങളെക്കാൾ ഗുണം ചെയ്യും എന്ന് മോദി വിശ്വസിക്കുന്നു. അഭിലാഷ്, ഈ പറഞ്ഞത് ശരിയാണ്. ഒറ്റ ചിത്രം ഒരുപാട് വാക്കുകളേക്കാൾ വലിയ ശക്തിയുള്ളതാണ്. കഴിഞ്ഞ തവണയും അത് വലിയ രീതിയിൽ അത് ആഘോഷിക്കപ്പെട്ടു. ഇത് വീണ്ടും കഴിഞ്ഞ തവണത്തെ പോലെ ആവർത്തിക്കാൻ എന്തായിരിക്കും മോദിയെ പ്രേരിപ്പിക്കുന്ന കാര്യം? ഇത് ഞാൻ കാണുന്നത് നരേന്ദ്രമോദി സ്വന്തം ബ്രാൻഡ് ബിൽഡിങ്ങിന്റെ ഭാഗമായി ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എൻ്റെ ജനനം ഇപ്പോൾ ഞാൻ കരുതുന്നത് ജൈവികമല്ല ദൈവികമാണ് എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ തവണ കേദാർനാഥ് ഗുഹയിൽ ധ്യാനത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഒരു പ്രധാനപ്പെട്ട ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് 2019 കുറിച്ച് ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യം ധ്യാന നിമഗ്നനായിരിക്കുന്ന നരേന്ദ്രമോദിയെയാണ്. അപ്പോൾ അതിന് സമാനമായ മറ്റൊരു കാര്യം ഇപ്പോൾ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ സൃഷ്ടിക്കപ്പെടുന്നു. 2024 തെരഞ്ഞെടുപ്പിൻ്റെ സിഗ്നേച്ചറായി അത് മാറുന്നു. അതങ്ങനെ അടയാളപ്പെടുത്തപ്പെടുന്നു. അങ്ങനെ അടയാളപ്പെടുത്തപ്പെടണമെന്ന് നരേന്ദ്രമോദിക്ക് ആഗ്രഹമുണ്ട്. അതെനിക്ക് തോന്നുന്നു കേവലം ഇപ്പോൾ വരാൻ പോകുന്ന സീറ്റുകളിൽ ഏതെങ്കിലും മികച്ച പ്രകടനം അല്ലെങ്കിൽ 1-2 സീറ്റിൻ്റെ കൂടുതൽ അഡ്വാൻറ്റേജ് എന്നുള്ളതിനേക്കാൾ നരേന്ദ്രമോദി ആ ഒരു സിഗ്നേച്ചറിനാണ് ലക്ഷ്യം വെക്കുന്നത്. പിന്നെ ചില ആളുകൾക്ക് ഇത്രയും ഹെക്ടിക്കായ ക്യാമ്പയിൻ കഴിഞ്ഞിട്ട് ഒരാൾക്ക് മെഡിറ്റേഷനിലേക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കാം. പക്ഷെ അത് ഒരാൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അയാളുടെ തികച്ചും സ്വകാര്യമായ നിലയിൽ നടത്തേണ്ട ഒരു കാര്യം ഇത് ഈ തരത്തിലൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ആവണോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. വേറൊരു ബ്രാൻഡിങ്ങിന് അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചറിന്റെ ഒരു സാധ്യതയായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതൊരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷനാണ്. മധു, ഇപ്പോൾ ഈ RSSും BJPയുമായുള്ള ബന്ധം ഈയിടെയായിട്ട് കുറച്ച് ഉലഞ്ഞു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു. JP നദ്ദ പറയുന്നു അങ്ങനെ പൂർണ്ണമായും RSSനെ ആശ്രയിക്കേണ്ട കാര്യം ഇന്ന് BJPക്ക് ഇല്ല എന്നുള്ള കാര്യം വരുന്നു. അതിനെതിരെയുള്ള അല്ലെങ്കിൽ കൗണ്ടർ ആർഗ്യുമെന്റ്സ് വരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, 2024 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഇവർ രണ്ടുപേരും രണ്ട് വഴിയിലേക്ക് നടക്കുന്നു, അല്ലെങ്കിൽ വേണ്ടത്ര ഒരു യോജിപ്പ് ഇവരുടെ ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം ഇവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം RSS എന്ന ഒരു സംഘടന നിലയ്ക്ക് അതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുകയാണ്. ആ ഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അധികാരം പിടിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ള ഉപകരണം മാത്രമായിരുന്നു BJP. അത് വളരെ സമർത്ഥമായി അത് ഓരോ ഘട്ടത്തിലും ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ രാം മാധവൊക്കെ ഇപ്പോൾ പറയുന്നത് ഇതുപോലെ ഞങ്ങൾ കൈമേയ് മറന്ന് ഇറങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് ഇത്തവണ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് വേറൊരു വിധത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുളം കുത്തി കഴിഞ്ഞു, വെള്ളം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ആ കുളത്തിൽ നിന്നുള്ള വെള്ളം ടാപ്പ് വഴി വീട്ടിലെത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞെങ്കിൽ എന്തിനാണ് ഓരോ തവണയും ഇറങ്ങുന്നത്? അതല്ലാതെ തന്നെ ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സംവിധാനമാണ് RSS ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. രണ്ടും രണ്ട് വഴിക്കാണ് എന്ന വിധത്തിൽ പോകും എന്ന് ഞാൻ കരുതുന്നില്ല. ഇത്തവണ 400 സീറ്റ് അപ്പുറത്ത് ലക്ഷ്യം വെച്ചോ, 400 പാർ എന്ന് പറഞ്ഞ് പോകുമ്പോൾ അങ്ങനെ RSSനെ അങ്ങനെ ഒരു ആവശ്യമില്ല എന്നൊക്കെ BJPക്ക് തോന്നി തുടങ്ങാൻ മാത്രം BJP ആ രീതിയിൽ വളരെ ഒരു ഫോർമിഡബിൾ പൊസിഷനിൽ എത്തിയോ എന്നുള്ള ഒരു പ്രശ്നം. പിന്നെ അങ്ങനെ RSSനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് BJPക്ക് പോകാൻ കഴിയുമോ എന്നുള്ള വേറൊരു പ്രശ്നം. അങ്ങനെ രണ്ടുമില്ലേ?
ഇപ്പോൾ ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ ഞാൻ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട BJP നേതാവിനോട് RSS പ്രവർത്തകർ സാധാരണ പോലെ സജീവമായി ഇത്തവണ ഇറങ്ങുന്നില്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന്റെ സമ്പൂർണ്ണമായ നിയന്ത്രണം RSSനായിരുന്നു. RSSന്റെ സംഘടനാ സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. ഇത്തവണ ദേശീയ തലത്തിൽ തന്നെ BJPയുടെ സംഘടനാ സംവിധാനം തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചതുകൊണ്ടാണ്, അതല്ലാതെ ഞങ്ങളും RSSും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ പിണക്കമില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അത് ശരിയാവാനാണ് സാധ്യത. RSS സമ്പൂർണ്ണമായി മാറി നിൽക്കുകയും BJPയെ കുഴപ്പത്തിൽ ചാടുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ RSS ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ 1984 യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു 400 പാർ ഉണ്ടായത്. 1984 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഓർഗനൈസർ ഇത് ഹിന്ദുക്കളുടെ വിജയം, ട്രയംഫ് ഓഫ് ഹിന്ദുസ് എന്നാണ് ആ വിജയത്തെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ആ നിലയ്ക്ക് RSS സമ്പൂർണ്ണമായി മുഖം തിരിഞ്ഞു തന്നാൽ BJPക്ക് ബുദ്ധിമുട്ടാകും. പക്ഷേ അങ്ങനെ ഒരു സെനാരിയോ ഇപ്പോൾ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. RSSുമായുള്ള പ്രശ്നം എന്നുള്ളതിലുപരി ഇപ്പോൾ BJPയുടെ സംഘടനാ സംവിധാനങ്ങൾ തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്നു, RSSന്റെ വഴിക്ക് പോകുന്നു എന്നുള്ളത് മാത്രമായി കണ്ടാൽ മതി. ഇപ്പോൾ മധു, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കൊരു സംസ്ഥാനത്ത് പോകാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചൂസ് ചെയ്യുക ബംഗാളാണ്. പക്ഷേ എനിക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുവരെ ബംഗാളിൽ പോകാൻ പറ്റില്ല. ഞാൻ ബംഗാളിൽ പോയിട്ടുണ്ട്, പക്ഷെ മധുവിന് ഈ പ്രാവശ്യം പോകാൻ പറ്റി. മധുവിന് അന്ന് പോയപ്പോഴും അതിനുശേഷവും ഇപ്പോൾ എന്താണ് ബംഗാളിൽ സംഭവിക്കുന്നത്? ഞാൻ 5ാമത്തെ തവണയാണ് ബംഗാളിൽ വിശാലമായി പോകുന്നത്, 5ാമത്തെ തവണയാണ്. പക്ഷേ ഇപ്പോൾ പോകുമ്പോൾ ഇത് മുൻപ് പോയത് അവസാനം പോയത് 2011 അന്ന് മുഴുവൻ ചെങ്കൊടിയായിരുന്നു. ഇപ്പോൾ പോയപ്പോൾ ചെങ്കൊടി ഇല്ല. അതൊരു വലിയ ഒരു വ്യത്യാസമായിരുന്നു. ചില പോക്കറ്റുകളിൽ അതിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിനപ്പുറത്ത് ബംഗാൾ ആ ഇലക്ട്രേറ്റ് ഓരോ അണുതോറും ഇഞ്ച് തോറും പോരാട്ടം നടക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ളത് തന്നെയാണ് ബംഗാളിന്റെ. ആർക്ക് പോരാട്ടം കൊടുക്കുന്നു? 39 മണ്ഡലങ്ങളിലും TMC വേഴ്സസ് BJP, 3 മണ്ഡലങ്ങളിൽ TMC വേഴ്സസ് ഇന്ത്യ, 2 കോൺഗ്രസ്, 1 CPM. ഇതാണ് മുർഷിദാബാദിൽ മുഹമ്മദ് സലീം, മാൾഡയിലും ബഹ്റാംപൂരിലും കോൺഗ്രസ്. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഈ 39 കഴിഞ്ഞ തവണ 22-18 എന്നായിരുന്നു 42 കണ്ടീഷൻ എങ്കിൽ ഇത്തവണ മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു സംവിധാനത്തിൻ്റെ പുറത്ത് ഒരു മുഖ്യമന്ത്രി പലപ്പോഴും പാർട്ടി സംവിധാനങ്ങൾ ആശ്രയിക്കാറുണ്ട്, അതിനപ്പുറത്ത് ഉദ്യോഗസ്ഥരെ ആശ്രയിക്കാറുണ്ട്, പോലീസിൻ്റെ ആ വിധത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ആശ്രയിക്കാറുണ്ട്. പക്ഷേ പ്രമോദ് ദാസ് ഗുപ്തയ്ക്ക് ശേഷം, ലെജൻഡറി കമ്മ്യൂണിസ്റ്റ് ലീഡറായ പ്രമോദ് ദാസ് ഗുപ്തയ്ക്ക് ശേഷം ഓർഗാനിക്കായിട്ട് ബംഗാളിലുടനീളം വേരുകൾ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു നേതാവ് മമതാ ബാനർജിയെ പോലെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. BJP ഓരോ ഘട്ടത്തിലും ഭയപ്പെടുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ മമതാ ബാനർജിക്ക് പകരം മറ്റൊരാളായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ, മറ്റൊരാളായിരുന്നു എതിരാളിയെങ്കിൽ BJP ബംഗാളിലെ 42 സീറ്റും നേടിയേനെ. പക്ഷെ ഇത്തവണ സന്ദേശ് കാലി പോലുള്ള വിഷയങ്ങൾ ഉയർത്തി, എണ്ണമറ്റ കേസുകൾ കൊണ്ടുവന്നു. ഇപ്പോൾ 30 സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ വലിയ മാറ്റമുണ്ടാക്കും എന്ന് അമിത്ഷാ പറയുമ്പോൾ 18-ൽ നിന്ന് കഴിഞ്ഞ തവണ നേടിയ 18 സീറ്റുകളിൽ ചുരുങ്ങിയത് 8 സീറ്റുകളെങ്കിലും BJPക്ക് അവിടെ നഷ്ടമാകും. അതിനെ മറികടക്കാൻ മറ്റ് സീറ്റുകൾ പിടിക്കാം എന്ന് BJP കരുതുന്നുണ്ട്. BJP പരമാവധി ബംഗാളിലെ ഉറച്ച BJP നേതാക്കളുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് 22-24 മമത പക്ഷേ 28 സീറ്റ് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടാണ് തൃണമൂൽ മത്സരിക്കുന്നത്. CPMന്റെ തിരിച്ചുവരവ് ആളുകളാണെങ്കിലും പറയുന്നത് കൊള്ളാവുന്ന നേതാക്കൾ CPMലാണ് ചെറുപ്പക്കാരുള്ളത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ മുതിർന്നവരൊക്കെ ഒന്ന് മാറിപ്പോണം എന്നുകൂടി അവരെ അടുത്ത ശ്വാസത്തിൽ തന്നെ പറയുന്നുണ്ട്. പലയിടത്തും ചെറുപ്പക്കാരുടെ ഒരു നിര ബംഗാളിൽ ഉയരുന്നുണ്ട്. അവരുടെ പരാജയം അംഗീകരിച്ചുകൊണ്ട്, പാർട്ടിയുടെ വീഴ്ചകൾ അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കുന്നുണ്ട്. എന്തായാലും കൗതുകകരമാണ്, ഭയങ്കര വൈബ്രന്റ് ആണ്. മമതാ ബാനർജി തെരുവിലൂടെ നടന്നുകൊണ്ട് ഓരോരുത്തരെയും ഇടപെടുന്ന കുശുമ്പ് തോന്നിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. മധു പറയുന്നതാണെങ്കിൽ കഴിഞ്ഞ തവണ BJP നേടിയ അത്രയും സീറ്റുകൾ നേടില്ല എന്നാണ്. അതാണ് മധു പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഈ സമയത്ത് എടുക്കാൻ പറ്റുന്ന ഇൻടേക്ക് എന്ന് പറയുന്നതാണ്. അഭിലാഷിന് എന്ത് തോന്നുന്നു? അതിനാണ് സാധ്യത. ആദ്യം BJP ഒരു വലിയ വേവ് പ്രതീക്ഷിച്ചിരുന്നു ബംഗാളിൽ. പക്ഷേ ഇലക്ഷൻ മുന്നോട്ട് പോകുന്നതോറും BJPക്ക് അത് ടഫാണെന്ന് മനസ്സിലായി. ഒരു വലിയ ഫൈറ്റ് അവിടെ തൃണമൂൽ കോൺഗ്രസ് കാഴ്ചവെക്കുകയും BJP അവിടെ ആ പ്രതീക്ഷിച്ച ആ ഒരു നേട്ടത്തിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സെനാരിയോ. പക്ഷെ അപ്പോഴും ഇന്ത്യ മുന്നണിയുടെ സാന്നിധ്യം വോട്ട് സ്പ്ലിറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് പക്ഷേ എയ്തർ വേയും ആവാം. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം കൊണ്ടുള്ള വോട്ടുകൾക്കും
ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിയിലേക്കുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ മുന്നണി വിജയം പ്രതീക്ഷിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ബെഹ്റാംപൂർ, മുർഷിദാബാദ്, മാൾഡ സൗത്ത് മാത്രമാണ് എങ്കിൽ പോലും ഞാൻ ഇത്തവണ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കുന്നത് CPM-ന്റെ പുതിയ നിരയുടെ പ്രകടനമാണ്. അത് ദേശീയ തലത്തിൽ തന്നെ വാച്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ദീക്ഷിത ദർ സെറാംപൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മത്സരത്തിനോട് തന്നെ പറഞ്ഞ കാര്യം അവർക്ക് ഈ തൃണമൂൽ കോൺഗ്രസ് BJP ബൈനറിയിൽ ഇടതുപക്ഷം ഇലക്ടറലി ജയിക്കില്ല എന്ന ബോധ്യമുണ്ട്. ബോധ്യത്തോടു കൂടി തന്നെയാണ് അവർ കളത്തിൽ ഇറങ്ങുന്നത്. പക്ഷേ പൊളിറ്റിക്കലി അവർ മുന്നോട്ട് വെക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി. തീർച്ചയായും എല്ലാവരും ഒരു 35-40 താഴെ പ്രായമുള്ള സ്ഥാനാർത്ഥികളാണ്, അല്ലെങ്കിൽ ആ യങ് ലീഡേഴ്സാണ്. ഒയിഷി ഘോഷിനെ പോലെയുള്ള ആളുകൾ വേറെയുണ്ട്. അപ്പോൾ ഈ ഒരു യുവാക്കളുടെ നിര വരികയാണെങ്കിൽ പുതിയൊരു എന്താ പറയുക രാഷ്ട്രീയം ബംഗാളുണ്ട്. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ ബൈനറി അവിടെ നിൽക്കുകയാണ്. ഇതിലേതെങ്കിലും ഇപ്പോൾ BJP അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ദുർബലമാവുന്നിടത്തെ പക്ഷേ സ്പേസ് ഉണ്ടാവും. ഒറ്റ കാര്യം കൂടി എനിക്ക് അതിൽ ആഡ് ചെയ്യാന്ന് തോന്നുന്ന കാര്യം അവിടുത്തെ ISF എന്ന് പറയുന്ന പാർട്ടിയുടെ സാന്നിധ്യമാണ്. ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട്. പക്ഷെ അതും ഈ വോട്ട് കട്ട് ചെയ്യാനല്ലേ സഹായിക്കുള്ളൂ. അതിനെ സഹായിക്കും. അത് ഫുർഫുറ എന്ന് പറയുന്ന അവിടുത്തെ ഇപ്പോൾ അജ്മീർ ദർഗ പോലെ തന്നെയുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദർഗ, അത് ഒരുപക്ഷെ ബംഗ്ലാദേശ് അടക്കമുള്ള പ്രദേശത്ത് നിന്ന് വിശ്വാസികൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അവർ 18 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. പലയിടത്തും അവർ കട്ട് ചെയ്യുന്ന വോട്ട് മുർഷിദാബാദിലടക്കം അത് തൃണമൂലിന് സഹായകമാവും. ചിലപ്പോൾ സഹായകമാകും, ചിലപ്പോൾ BJPക്ക് സഹായകമാകാനും മതി. ഇപ്പോൾ ബംഗാളിലെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര പോലെ, അതുപോലെ തന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിശേഷങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നാളെ വീണ്ടും കാണാം. നമ്പർ 272 ഡൽഹി മെയിലിൽ.